നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ദിനംപ്രതി 3 ലക്ഷത്തിൽ പരം പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിവ്യാപന ശേഷിയുള്ള മ്യൂട്ടന്റാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറെ ആശങ്കാകുലരാണ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസികൾ. നാട്ടിലെ കോവിഡ് സ്ഥിതിഗതികളിൽ ആശങ്കയോടെയാണ് പ്രവാസികൾ. കുതിച്ചുയർന്ന കോവിഡ് വ്യാപനവും ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ചുമുള്ള വാർത്തകളാണ് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ചില മേഖലകളിൽ റോഡുകൾ അടച്ചതുൾപ്പെടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ വേവലാതി കാണിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ കൂടിയായതോടെ പലരും കടുത്ത പിരിമുറുക്കത്തിലായതായാണ് റിപ്പോർട്ട്. പ്രായമായ മാതാപിതാക്കളോ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുടുംബാംഗങ്ങളോ ഇല്ലാത്ത പ്രവാസികൾ അപൂർവം. അയൽ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന മക്കളുടെ കാര്യത്തിലാണ് മറ്റു ചിലരുടെ ആശങ്ക എന്നത്. ഒരിടത്തും ആരും സുരക്ഷിതരല്ലെന്ന ധാരണ പരന്നതോടെ പരസ്പരം സമാധാനിപ്പിച്ച് ആശ്വാസം കണ്ടെത്തുകയാണ് പല പ്രവാസികളും. ബാച്ചിലേഴ്സ് ഫ്ളാറ്റുകളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് പകരം കോവിഡ് ആശങ്കകൾ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ അടുത്ത ബന്ധുക്കളുടെ കല്യാണത്തിനോ മരണാനന്തര ചടങ്ങുകൾക്കോ പോലും പോകേണ്ടെന്ന് വീട്ടുകാരെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നവരും ഏറെയാണ്. വീടിന് പുറത്തിറങ്ങേണ്ട, വീട്ടിൽ ആരെങ്കിലും വരുന്നത് ഒഴിവാക്കുക, പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, സാധനങ്ങൾ ഓൺലൈനിൽ മാത്രം വാങ്ങുക എന്നിങ്ങനെ നിർദ്ദേശങ്ങൾ നീളുകയാണ്. ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ച് വീട് വരെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാട്ടിൽ അവധിക്ക് പോയവരും ഏറെ നിരാശയിലാണ്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ വിമാന വിലക്ക് നീളുമോ എന്ന ആശങ്കയ്ക്ക് പുറമെ വീട്ടിന് പുറത്തിറങ്ങാനാവാത്ത സാഹചര്യം കൂടിയതോടെ വല്ലാത്ത മടുപ്പ് അനുഭവപ്പെടുന്നതായി പറയുകയാണ്. വീട് പണി, ചികിത്സ, ബിസിനസ് സംരംഭങ്ങൾക്കുള്ള പദ്ധതികൾ, കല്യാണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ദൂരെ പഠിക്കുന്ന മക്കളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും. ഏറെ പേരും 2 വർഷമായി നാട്ടിൽ പോകാതിരുന്നവരാണ്. അതേസമയം ഇന്ത്യക്കാർക്കുള്ള യാത്രാവിലക്ക് നീണ്ടാൽ ജോലിയെ ബാധിക്കുമെന്ന ആശങ്കയും പ്രവാസികളെ ഏറെ വലയ്ക്കുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് പേടി കൂടിയതായതോടെ സാനിറ്റൈസർ ഉപയോഗത്തിൽ പലരും ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടയ്ക്കിടെ കൈകൾ സാനിറ്റൈസ് ചെയ്യുന്ന ശീലം മറന്നു തുടങ്ങിയവർ ഇപ്പോൾ പഴയ പതിവുകൾ തുടങ്ങിയിരിക്കുന്നു. കടകളുടെ കൗണ്ടറുകളിൽ വച്ച് സാനിറ്റൈസർ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞതായി ജീവനക്കാർ പറഞ്ഞു. വാക്സിൻ എടുത്തവർക്ക് നിയന്ത്രണങ്ങളിൽ ഒരിളവും ഇല്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വാക്സിൻ എടുക്കാൻ മടിച്ചു നിന്നവർ ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന തിരക്കിലാണ്. വാക്സിൻ എടുത്തില്ലെങ്കിൽ ഓഫീസുകളിലും വിമാനങ്ങളിലും കയറാൻ കടുത്ത നിയന്ത്രണങ്ങൾ വന്നേക്കുമെന്ന പേടിയാണ് ഇതിന് കാരണം. എന്നിരുന്നാൽ തന്നെയും നാട്ടിലെ പേടി പ്രവാസികളെ വല്ലാതെ അലട്ടുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.